മക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല മക്കളെ, എന്തെന്നായി കേട്ടോണ്ട് നിൽക്കുന്നത് 2025 എന്ന് പറഞ്ഞാൽ എന്തായി അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഒരു 23 വയസ്സുള്ള ഒരു ചെറുക്കൻ അവൻ്റെ കുടുംബത്തിലുള്ള 5 പേരെ, മാതാവടക്കം 6 പേരെ കൊല്ലേണ്ടതായിരുന്നു. മാതാവ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണക്കാർ ചില ആൾക്കാർ പറയുന്നത് മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ മറ്റേതാണ്, അവൻ മാനസിക രോഗിയാണ്. ഇതൊന്നുമല്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളർത്തു ദോഷം തന്നെയാണ്. അതായത് പിതാവ് ഗൾഫിലാണ്, അതുപോലെ തന്നെ മാതാവാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോഴും പറഞ്ഞാൽ പിതാവ് ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. 23 വയസ്സ് പ്രായമുള്ള ഒരുത്തനെ, അവനാണെങ്കിൽ ഒരു ജോലി ഇതുവരെ ചെയ്തിട്ടില്ല. അവൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ഇന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിപ്പോയി. അതായത് അവന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബൈക്കാണ്. ബൈക്ക്, മൊബൈൽ, ഈ സാധനമാണ് അവന് വേണ്ടത്. ആഹാരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിന് എണ്ണയടിക്കേണ്ട പൈസ അവൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബൈക്ക് മാറി മാറി എടുക്കേണ്ട പൈസ അവൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. അതായത് ബാപ്പ അവിടെ നിന്നും നല്ല രീതിയിൽ പൈസ അയച്ചു കൊടുക്കും. ഇവിടെ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അതുപോലുള്ളൊരു മാതാപിതാക്കളാണ് ഇവൻ്റെ ബാപ്പയും ഉമ്മയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ചു, എന്തെങ്കിലും ഒരു ജോലിക്ക് ഇവൻ പോയിട്ടുണ്ടോ? ഒരു ജോലിക്കും പോയിട്ടില്ല. ഇവൻ ആകെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 മാസം വിസിറ്റും വിസ എടുത്തിട്ട് ബാപ്പാൻ്റെ കൂടെ സൗദി അറേബ്യയിൽ പോയി നിന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അവിടെ 6 മാസം പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഒരുത്തന് ബൈക്ക് ആഴ്ചക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് തോന്നിയതുപോലെ നടക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയണ്ടത്, ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പൈസേൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ പൈസക്ക് വേണ്ടിയിട്ട് ഇവൻ പലരോടും അന്വേഷിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ കുടുംബക്കാരോട്, ഇപ്പോൾ ഉമ്മമാനോട് ചോദിച്ചത് എന്താ, എനിക്ക് നിങ്ങളുടെ മാല തരൂ, ആ മാലയും കൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ തരില്ല, എനിക്ക് 80 വയസ്സായി, ഞാൻ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തരില്ല, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആകെയുള്ളൊരു പവനായത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ മാല പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവരെ എല്ലാവരെയും വകവരുത്തി. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവന് കടബാധ്യതയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇവന് മാനസിക രോഗമാണ്, മറ്റേതാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. സ്വന്തം അനുജനെ എന്തിനാണ് ചെയ്തത്? അതുപോലെ തന്നെ ഈ കാമുകി ഈ പിന്നെന്താ പറയുക പെൺസുഹൃത്ത് എന്ന് പറയുന്ന ഈ കുട്ടി എന്തിനാണ് ചെയ്തത്? ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവൻ്റെ വീട്ടുകാരോട് അവന് വൈരാഗ്യമുണ്ടാകട്ടെ, അവൻ്റെ ബാപ്പയോട് വൈരാഗ്യമുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉമ്മയോട് വൈരാഗ്യമുണ്ടാകട്ടെ, ഇനി ബാപ്പാൻ്റെ സഹോദരനോട് വൈരാഗ്യമുണ്ടാകട്ടെ, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. അവരൊക്കെ എന്തു വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നല്ല, അവരോട് വൈരാഗ്യമുണ്ടാകാനുള്ള ഇതുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഈ ഒരു അനുജൻ, അതായത് 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു അനുജനോടും, അതുപോലെ തന്നെ ഏതോ വീട്ടിലുള്ള ഒരു കുട്ടി, അതെങ്ങനെയോ ജീവിക്കേണ്ടതാണ്, അത് ഏതോ വഴിക്ക് പോയി ജീവിക്കേണ്ടതാണ്. പക്ഷെ ഇവനെ പോലെയുള്ള സൈക്കോകളെ മനസ്സിലാക്കാതെ കൂടെ കൂടിയത് കൊണ്ടുള്ള ഒരു ശിക്ഷയാണ് ആ കുട്ടിയും കൂടി ഇന്നലെ അനുഭവിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കരച്ചിലൊന്നും തന്നെ പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ ട്യൂഷന് പഠിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ പെൺകുട്ടിയുടെ കയ്യിലും ഒരുപാട് തെറ്റുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും നുണ പറഞ്ഞിട്ട് പോകുക, അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ അപകടം പിടിച്ചു വരുത്തുന്നതാണ്. നമ്മളൊക്കെ പറയുന്നില്ലേ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ അമ്മാവൻ വൈബ്, തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ? ആദ്യം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ജനറേഷൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ഈ ഒരു ജനറേഷന് ജീവിക്കാൻ അറിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഈ ജനറേഷൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെ അനർത്ഥങ്ങളാണ് നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞ് ജാമ്യത്തിൽ വിടും. അതുപോലെ തന്നെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ നാൾ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കേസൊക്കെ, അങ്ങനെ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പറയുന്നു ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആപത്ത് തന്നെയാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രവുമല്ല, ഇവനെ പോലെയുള്ള ആൾക്കാരെ സ്നേഹിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു ഇതും അറിയാതെ നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെയാണ് അപകടത്തിലാകുന്നത്. അത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്ത വൈബാണ്, അല്ലെങ്കിൽ അമ്മാവൻ വൈബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? അതായത് ഒന്നും അറിയാതെ ഇവൻ്റെ വായിൽ പോയി ചാടിക്കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ സാധാരണ രീതിയിൽ കൊലപ്പെടുത്തുകയല്ല ചെയ്തത്, ക്രൂരമായിട്ട് എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ക്രൂരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയുക അത്രമാത്രം വികൃതമാക്കണം. ഇനി ഇവളെ ആർക്കും കാണാൻ കൊടുക്കരുത് എന്നുള്ള തരത്തിലാണ് ഇവൻ ഈ കൊടും ചതി തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ഇന്നലെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നതും,
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവഭേദമില്ലാതെ ചാവി കറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കൂസലുമില്ല ഇവന്, ഒരു കൂസലുമില്ല. ഇത്രയും ആൾക്കാർ ഞാൻ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു കൂസലും ഇല്ലാതെയാണ് ഇവനെ പോലെ ഇവൻ ഈ നാറിയുണ്ടല്ലോ. അതായത് ഇവൻ പറയുന്നില്ലേ എനിക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, എൻ്റെ ബാപ്പയ്ക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, കുടുംബക്കാരും സഹായിക്കുന്നില്ല. ഒരു മണ്ണാങ്കട്ടിയല്ല ഇവനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ശരിക്കും ലഹരിക്ക് അടിമ മാത്രമല്ല, ഇവൻ തോന്നിയവാസിയാണ്, ഭൂലോക ഉടായിപ്പാണ്. 23കാരനായ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളർത്തിയ തന്തയും തള്ളി അവർക്ക് തെറ്റുപറ്റിപ്പോയതാണ്. അതായത് ഇതിനെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവും കൊടുത്ത് വളർത്താൻ പാടില്ലായിരുന്നു. അത്രത്തോളം എന്താ പറയുക, ഒരു പട്ടിയെ നമ്മൾ വേണമെങ്കിൽ വളർത്താം, ഇതുപോലെയുള്ള നാറുകളെ നമ്മൾ വളർത്തരുത്. അത് സ്വന്തം മക്കളായാലും ശരി, എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഇവനൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ ആ വഴിയിലേ അങ്ങ് പോയിക്കോട്ട് എന്ന് വെക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ വെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജീവൻ പോകുമായിരുന്നില്ല ഒരു മനുഷ്യന് പോലും. അതായത് എന്താ പറയേണ്ടത്, ഈ കടം കൊണ്ട് ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടം കൊണ്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ വീട്ടിലും കയറിയിട്ട് ഒരു 6 മണിക്കൂറിന് ഇടയിൽ 5 കൊലപാതകം എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് കടം കൊണ്ടാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എനിക്ക് എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരും സഹായിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പിതാവാണെങ്കിലോ അതിനപ്പുറത്ത് പിതാവ് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ പോലും ഇല്ലാതെയാണ് സൗദി അറേബ്യയിൽ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളൊക്കെ സൗദി അറേബ്യയിൽ ജീവിക്കുന്നത് രേഖ പോലും ഇല്ലാതെയാണെങ്കിലും അയാളെ സഹായിക്കാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ സൗദിയിൽ കുടുങ്ങിപ്പോയി ഇനി എന്ത് ചെയ്യും, അതൊന്നുമല്ല. ഒരു 5-6 മാസം മുന്നേ തന്നെ ഈ ഫാമിലി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ഫാമിലിയല്ല. അപ്പോൾ ഇനി 50 ലക്ഷമോ 60 ലക്ഷമോ കടം ഉണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും ഒരു വലിയ കടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ തന്നെ പറയുന്നുണ്ട് കടം വീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട് വിറ്റാൽ കടം വീട്ടാൻ പറ്റും, അതുമാത്രമല്ല പിന്നെയും കുറേ പൈസ അയാളെ കയ്യിലുണ്ടാകും, അപ്പോൾ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യം ഉള്ളപ്പോഴാണ് ഈ പയ്യൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇവനെ കൃത്യമായിട്ട് അന്വേഷിക്കണം. അതായത് ഇതിൻ്റെ പുറകിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ചും തന്നെ ഈ കാമുകിയെ വരെ ചെയ്തതിന്. അതായത് കാമുകിയെ വരെ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കൂട്ടി നാട് വിടാനാണ് നോക്കുക. അപ്പോൾ ഇവൻ ഈ കാമുകിയെ ചതിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ നാടകമാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ബിരിയാണിയിൽ വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള നാടകങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും ആ നിമിഷം വാങ്ങിച്ചു കൊടുക്കും. അത് പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളൊക്കെ ഒരു സൈക്കിൾ ആഗ്രഹിച്ചിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കൾ എല്ലാം ഉപയോഗിക്കട്ടെ എന്നുള്ള തരത്തിൽ ഇവരെല്ലാ ആർഭാടങ്ങളും. ഈ ലൈസൻസ് എടുക്കാതെ വരെ മക്കൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന തന്തിയും തള്ളിയുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് ഏതെങ്കിലും ഒരുത്തൻ്റെ പെരടിക്ക് കയറിയിട്ട് അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സകല സമ്പാദ്യം വിറ്റ് കഴിഞ്ഞാലും ഇതിൻ്റെ പൈസ അടക്കാൻ കഴിയില്ല. ഇത്രയും ബുദ്ധിയില്ലാത്ത മാതാപിതാക്കളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലൈസൻസ് 16 15 വയസ്സുള്ള കുട്ടിക്ക്, അതായത് ബാപ്പ ഗൾഫിലായിരിക്കും, അപ്പോഴാണ് പറയുന്നത് ഒന്ന് കടയിലൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രം ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒന്ന് കടയിലൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തിനാണ് ലൈസൻസ്? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂക്ക് ബൈക്ക് എടുക്കട്ടെ, 1 ലക്ഷം രൂപ ഇല്ല 1.5 ലക്ഷം രൂപ ഒരു ഡ്യൂക്ക് ബൈക്ക്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഉപയോഗിക്കാമല്ലോ. ഇതാണ് തന്തമാർ പറയുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരുപാട് തന്തമാർ, ഗൾഫുകാർ പൈസേൻ്റെ ഈ ഇതുകൊണ്ട്, അതായത് ഒരുപാട് പൈസ ബിസിനസ് ചെയ്തിട്ടും മറ്റേതാക്കിയിട്ടും അവിടുന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക്, അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ വലിയ കാറുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക പറയുന്നില്ലേ, അതേപോലെ നാറികളായിട്ട് മക്കളെ നാറികളാക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് ഇവനും എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണ്ടേ? ഇവൻ എന്ന് പറയുന്നത് ബൈക്ക്, ഇന്നൊരു നാട്ടുകാരൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ, ഇവൻ ആഴ്ചക്ക് ബൈക്ക് മാറ്റണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പുതിയ മൊബൈൽ വേണം, ഈ കാര്യങ്ങളൊക്കെ ഇവന് വേണം. ഇത് നിർബന്ധമാണ്. ഇതാരാണ് പൈസ കൊടുക്കുന്നത്? അപ്പോൾ ഇത് പൈസ കിട്ടാത്തപ്പോഴും ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കടം വാങ്ങിക്കും. അങ്ങനെ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരാന്ന് വീടുന്നത്? പിതാവ് തന്നെ. അങ്ങനെയാണ് ഈ പിതാവ് ശരിക്കും പറഞ്ഞാൽ കടക്കാരനായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മക്കളെ അതായത് ശാസിക്കാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തും വാങ്ങിച്ചു കൊടുത്ത് പിതാവൊക്കെ നല്ല രീതിയിൽ ജീവിച്ചതാണ്. ഈ കൊറോണയ്ക്ക് മുന്നേ വരെ എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നീടാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയതും കുറച്ച് കടബാധ്യതയായാലും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗൾഫിൽ ലക്ഷങ്ങൾ കടമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നാട്ടിൽ ഇച്ചിരി സമ്പാദ്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ കൊണ്ടുപോയിട്ട് കടം വീടാനൊന്നും അവർ
നോക്കൂല. അങ്ങനെയുള്ള ഗൾഫുകാരും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലുള്ള സ്വത്ത് വിറ്റിട്ടൊക്കെ കടം വീടുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ഇഷ്ടംപോലെ പണം കൊടുക്കുക, അതുപോലെ അവരാവശ്യപ്പെടുന്ന സംഗതികൾ എന്തും വാങ്ങിച്ചു കൊടുക്കുക, അൽഫാം വേണമെന്ന് പറയുമ്പോഴേക്ക് അൽഫാമിന് പൈസ കൊടുക്കുക. ഇതല്ല മക്കളെ വേണ്ടത്. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ പറയുക. പഠിച്ചു കഴിഞ്ഞാൽ ഇനി ജോലിക്ക് പോടാ, ജോലിക്ക് പോയിട്ട് വല്ലതും മേടിച്ച് തിന്ന്, ഇല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കടാ നിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദുരന്തം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഇതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ ലൈക്കും നിങ്ങളുടെ ഒരു കമൻറ്റും അത് വേണമെന്ന് നിർബന്ധമാണ്. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ, അത് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പെടുത്തണം. നന്ദി, നമസ്കാരം.